നാരങ്ങക്കറി ഉണ്ടെങ്കിലേ സദ്യ കംപ്ലീറ്റ് ആവുള്ളൂ എന്നാണ് ഇവിടേക്ക് പറയുന്നത് കേട്ടോ. കറിനാരങ്ങ കൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് തിളച്ച വെള്ളത്തിൽ ഈ നാരങ്ങ ഇട്ട് ഒരു 2-3 മിനിറ്റ് വാട്ടിയെടുക്കണം. ഇത് വെന്ത് പൊട്ടി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഉടനെ തന്നെ ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റി വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലപോലെ തുടച്ച് നീക്കണം. ഇനി ഇതിനെ രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം അകത്തുള്ള ആ കുരുവും മിഡിൽ ഭാഗത്തൊരു വെള്ള പാട പോലെയൊക്കെ ഉണ്ടാവും, അതെല്ലാം റിമൂവ് ചെയ്ത് കളയണം കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. എത്രയും നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും നല്ലത് കേട്ടോ. ഞാനിതൊരു 3 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. 3 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ അതിന് വെള്ളമെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. 2 ബൾബ് വെളുത്തുള്ളി ചതച്ചെടുത്തതും 5-6 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കണം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ഇതിലേക്ക് 2 വലിയ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ കായവും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും നാരങ്ങയുടെ തൊണ്ടെല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ടായിരിക്കും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് വിനീഗറും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഒരു ബോട്ടിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. ഹാപ്പി ഓണം.